അങ്ങനെ ഷുവാൻഷു ഇപ്പോഴാണ് അറിയാൻ വരുന്നത് സത്യത്തിൽ ലിൻ ഷീഗോനെ സെറ്റാക്കാൻ നോക്കുന്നേ ഉള്ളെന്ന്. അങ്ങനെ അതറിഞ്ഞ് അവനിങ്ങനെ സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവന്റെ കൂട്ടുകാരൻ നോക്കി വേറൊരുത്ത സ്പീഡിൽ വന്നങ്ങ് ഇടിച്ചിടും. അതോടെ അവന്റെ കൂട്ടുകാരന്റെ തല ഇടിച്ച് അവൻ ബോധം കെട്ടി വീണു പോകുമ്പോഴാണ് അവിടേക്കൊന്ന് ഷുവാൻഷു ആണ് ഇവൻ എന്തോ പറ്റുന്ന പറഞ്ഞ് പേടിച്ചിരിക്കും. അതേപോലെ മറ്റേ ഇടിച്ചിട്ട പയ്യനും പേടിച്ചിങ്ങനെ അടുത്തേക്കൊന്ന് നോക്കുമ്പോൾ ഇത് കണ്ട് സ്പീഡ് വരുന്ന ലിന്നാണ് ഇവിടെ എന്തോ ഭക്ഷണം ചോദിക്കും. അപ്പോഴാണ് ഷുവാൻഷും ഇവനൊരു ഡോക്ടറാണെന്ന് മനസ്സിലാക്കിയിട്ട് അവന്റെ കൂട്ടുകാരൻ തലയടിച്ച് വീണെന്ന് പറഞ്ഞ് അവനിപ്പോ ബോധമില്ലെന്ന് പറയും. ഇത് കണ്ട് ലിൻ അടുത്തേക്ക് വന്നിട്ട് അവനെ ചെക്ക് ചെയ്യുമ്പോൾ ഷുവാൻഷു അടുത്തുള്ള റെസ്ക്യൂ ടീമിനെ ഫോൺ വിളിച്ച് പറയും. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരനെ ഛർദ്ദിക്കുമ്പോൾ ലിന്നാണ് ചിലപ്പോൾ കുറച്ച് സീരിയസ് ആയിരിക്കും എന്ന് പറഞ്ഞ് അവനെ വിളിച്ച് ഉണർത്താൻ നോക്കും. അപ്പോഴാണ് അവനും എങ്ങനെ ഇവിടെ വന്ന് വീഴുന്നതെന്ന് അവനൊരു ഓർമ്മയില്ലാതിരിക്കുമ്പോൾ ലിന്നാണ് ഇത് കണ്ടിട്ട് ഇവനെ നല്ലോണം കാണാൻ പറ്റുന്നവൻ ചോദിക്കും. അപ്പോഴാണ് മറ്റവനും മൊത്തത്തിൽ ഷേക്കായി ഒന്നും ക്ലിയർ ആകുന്നില്ലെന്ന് പറഞ്ഞ് അവന്റെ കാര്യത്തിൽ മൊത്തത്തിൽ അങ്ങ് സീരിയസ് ആകും. അതിനുശേഷം അവിടേക്ക് റെസ്ക്യൂ ടീം വരുമ്പോഴാണ് ലിന്ന് ഇവൻ ഇപ്പൊ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം പറഞ്ഞ് ആ കാര്യം പറയുമ്പോൾ അവനാണ് അത്രയ്ക്കൊന്നും കുഴപ്പമില്ല, അവന് വലിയ വേദന ഒന്നുമില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് ഷുവാൻഷും എങ്കിൽ പിന്നെ നിന്റെ സൗണ്ട് എന്തോടെ ഇങ്ങനെ ഇരിക്കുന്നെന്ന് പറഞ്ഞ് അവനാകെ പേടിച്ചു പോകുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ കൂട്ടുകാരൻ ബോധം കെട്ടങ്ങ് വീണും. ഇത് കണ്ട് ലിന്നും ഇപ്പൊ തന്നെ CT സ്കാനർ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവനും പറയുമ്പോൾ അവരെല്ലാരും കൂടെ അവനെ പൊക്കിയെടുത്തോണ്ട് അവിടെ നിന്ന് പോകും. ഇതേ സമയം ഷുവാൻഷും പുറകെ തന്നെ വരുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന സാധാ സ്റ്റാഫൊക്കെ ഇവനെ ഡോക്ടറാന്ന് അറിഞ്ഞുകൊണ്ട് ലിന്റെ അടുത്ത് സഹായം ചെയ്യിക്കും. അതുകൊണ്ട് തന്നെ ലിന്നും കൂടെ വരാന്ന് പറഞ്ഞ് സമ്മതിച്ച് അവൻ ആംബുലൻസിൽ കയറി ചെല്ലും. ഇതേ സമയം അവൻ ഇടിച്ചിട്ട് തന്നെയാണ് മൊത്തത്തിൽ പേടിച്ചു എന്ത് ഭക്ഷണം ഒന്നെങ്കിലും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്കൊന്ന് ഷുവാൻഷുവിനെ കണ്ടിട്ട് മറ്റേ പയ്യന്റെ കൂട്ടാനാന്ന് പറയുമ്പോൾ ഇവനും കൂടെ വിളിച്ചോണ്ട് ആശുപത്രിയിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവിടെ പോകുന്ന വഴിക്ക് ലിന്നി ഈ കാര്യം വിളിച്ച് ഷീഗോനോട് പറയാതിരിക്കുമ്പം അവളുടെ ഫോണാണ് സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞ് കാണിക്കും. അതുകൊണ്ട് അവൻ അപ്പം തന്നെ അവന്റെ അമ്മയെ ഫോൺ വിളിക്കുമ്പോഴാണ് ഇവന്റെ അമ്മയാണ് കുറച്ച് സമയം കഴിഞ്ഞ് വിളിച്ചായിരുന്നെങ്കിൽ ഇവന്റെ ഫോൺ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറയും. കാരണം ഇവർ ലോക്കർ വെച്ചിട്ട് ഹോട്ട് സ്പ്രിംഗിൽ കുളിക്കാൻ വേണ്ടി പോവുക. അപ്പോഴാണ് അവനൊരു അർജന്റ് കേസായിട്ട് ആശുപത്രി പോകാന്ന് പറയും. അങ്ങനെ സ്കേറ്റിംഗ് ചെയ്തപ്പോൾ ഒരുത്തം ബോധം കെട്ട് വീണു എന്നറിഞ്ഞ് ആ കാര്യമൊക്കെ പറയുമ്പോൾ ഇവന്റെ അമ്മ എങ്കിൽ പിന്നെ സേഫ് ആയിട്ട് പോയിട്ട് ഇവൻ തിരിച്ചു വരാൻ വേണ്ടി പറയും. അതിനുശേഷം ഇവിടെ ലിന്നും വീണ്ടും ഷീഗോനെ വിളിച്ചു നോക്കുമ്പോൾ അവളുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ അവനും അവൾക്ക് മെസ്സേജ് ഈ കാര്യം പറയാൻ പോകുമ്പോൾ അടുത്തിരുന്നിട്ട് മറ്റേ ആളും ഇവന്റെ പേരെന്തോന്ന് പറഞ്ഞ് തിരക്കും. അങ്ങനെ അയാളും ഇവിടുത്തെ നർസാന്ന് പറഞ്ഞ് ഇവൻ ഇല്ലായിരുന്നെങ്കിൽ അയാൾ മൊത്തത്തിൽ പെട്ടുപോയെന്ന് പറയും. ഇത് കേൾക്കുന്ന ലിന്നാണ് അവനിപ്പോ ഡോക്ടറല്ലെന്ന് പറയുമ്പോൾ അയാളും ന്യൂറോ സർജറി ഒക്കെ പഠിച്ചിട്ട് എന്തിനീ ജോലി ഇട്ടെന്ന് പറഞ്ഞ് കാര്യമൊന്നും അറിയാതെ ഇവനോ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ലിൻ മൊത്തത്തിൽ ഇവിടെ കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ അത് മനസ്സിലാക്കി അയാൾ സോറി പറഞ്ഞിട്ട് സൈലന്റ് ആയിട്ട് അങ്ങ് ഇരിക്കും. അപ്പോഴാണ് ഇവന് ഷീഗോനെ അയച്ച് മെസ്സേജ് നോക്കുമ്പോൾ അവന്റെ വിഷമങ്ങളൊക്കെ ഇവളോട് പറയണമെന്ന് പറഞ്ഞ് അവൻ ആ മെസ്സേജ് സെൻഡ് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവിടെ ആശുപത്രിയിലേക്ക് എത്തുമ്പോഴാണ് ലിൻ അവിടുത്തെ ഡോക്ടറിനോട് അവൻ എന്തോ കുഴപ്പമെന്ന് പറഞ്ഞ് ഓരോ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇത് കണ്ട ആ ഡോക്ടറും ഇവൻ ആരാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവനാണ് പെട്ടെന്ന് അവിടെ നിന്നിട്ട് അവനൊരു ഹാബിറ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു ചെയ്തെന്ന് പറയും. അങ്ങനെ അതിനുശേഷം ലിന്നും അവനെ ചെക്ക് ചെയ്തൊക്കെ നോക്കുമ്പോഴാണ് ഇവന് പഴയ ഓർമ്മയൊക്കെ വന്ന് കുറച്ച് സങ്കടത്തിരിക്കും. അപ്പോഴാണ് അവിടെ കൂടിയിരുന്ന ഷുവാൻഷും അവന്റെ കൂട്ടുകാരനും വല്ലതും കുഴപ്പമുണ്ടോന്ന് ചോദിക്കുമ്പോൾ ലിന്നാണ് അവനിപ്പോ എമർജൻസി കെയർ നടക്കുമെന്ന് പറഞ്ഞ് എന്തായാലും സ്കാൻ ചെയ്ത് റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറയും. അതോടെ ഷുവാൻഷും ലിന്നിന് താങ്ക്സ് പറയുമ്പോൾ അവിടേക്ക് വന്ന ഡോക്ടറും പേഷ്യന്റെ പേരൻസിനൊക്കെ വിളിക്കാൻ പറഞ്ഞ് അവനെ വിളിച്ചിട്ട് ഐസിയിലേക്ക് ചെല്ലും. അങ്ങനെ അതിനുശേഷം ലിൻ പുറത്തേക്ക് ചെന്ന് നിൽക്കുമ്പോഴാണ് അവിടേക്ക് വേറെ ഡോക്ടറാണ് വന്നിട്ട് ഇവനല്ല നഴ്സ് പറഞ്ഞ് ആ സർജറി ചെയ്യുന്ന ഡോക്ടറും ചോദിക്കുന്നത്. അങ്ങനെ അവനിപ്പോ പോകാൻ പോകണം ചോദിക്കുമ്പോൾ ലിന്നാണ് റിസൾട്ട് വന്നിട്ട് അവൻ പോകത്തുള്ളെന്ന് പറഞ്ഞ് അവൻ ചുമ്മാ പുറത്തേക്ക് വന്നേന്ന് പറയും. അപ്പോഴാണ് മറ്റേ ഡോക്ടറും അവന്റെ സീനിയർ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് അവൻ അകത്തേക്ക് വിളിക്കും. അപ്പോഴാണ് മറ്റേ സർജറി ചെയ്യുന്ന ഡോക്ടറാണ് ഇവനെ കണ്ട് സന്തോഷത്തി അവൻ ഏത് ആശുപത്രിയിൽ വർക്ക് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഇവ രണ്ടുപേരും കൂടെ ഒരേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തെന്ന് മനസ്സിലാവും. അങ്ങനെ അതുകൊണ്ട് അങ്ങേരും ഇവനെ അവിടെ വെച്ച് കണ്ടിട്ടില്ലെന്ന് പറയുമ്പോൾ ലിന്നാണ് അവൻ ആകെ അവിടെ 2 വർഷം ജോലി ചെയ്തുള്ളെന്ന് പറയും. അങ്ങനെ ഒരു ആക്സിഡന്റ് കാരണം അവൻ ആ ജോലി നിർത്തിയെന്ന് പറയുമ്പോൾ അവിടേക്കൊന്ന് ഷുവാൻഷു ഇതെല്ലാം കേട്ടോണ്ടിരിക്കും. അപ്പോഴാണ് മറ്റേ സീനിയർ ഡോക്ടറും ഇപ്പോഴേ ഇവനെ കുറിച്ച് മനസ്സിലായെന്ന് പറഞ്ഞ് ഇവനെ കുറിച്ച് അവിടുത്തെ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ഡോക്ടർ ലിയോന് ഇവൻ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ലിന്നാണ് അയാൾ ഇവന്റെ സീനിയർ ആയിരുന്നു പറയും. അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിച്ച എന്നെ തന്നെ എന്നിന് ഇവൻ ആ കാര്യം പറയുമ്പോൾ മറ്റേ ഡോക്ടറും CT സ്കാന്റെ റിസൾട്ട് വന്നാലും ഇങ്ങേർക്ക് സർജറി ചെയ്യാൻ പേടിയാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അടുത്തുള്ള ആശുപത്രിയിലേക്ക് അവനെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണം പറയുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഫോൺ കോൾ വരും. ഇവർ ഉദ്ദേശിച്ച ഹോസ്പിറ്റലിൽ ഒരു സീറ്റ് പോലും ബാലൻസ് ഇല്ലെന്ന്. അതുകൊണ്ട് ഇവനെ കൊണ്ടുപോയാലും അവിടെ സർജറി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് കേട്ട് ഈ ഡോക്ടറാണ് ഇവിടെ സർജറി ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്കത്ര എക്സ്പീരിയൻസ് വരെന്ന് പറഞ്ഞ് അയാൾ മൊത്തത്തിൽ പേടിച്ചിരിക്കും. അതിനുശേഷം CT സ്കാന്റെ റിസൾട്ട് വരുമ്പോഴാണ് അവന്റെ കാര്യം മൊത്തത്തിൽ സീരിയസ് ആണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ലിന്നും ഇവിടെ നിന്ന് എവിടേക്ക് വിളിച്ചോണ്ടായാലും അത് ഭയങ്കര സീരിയസ് ആണെന്ന് പറഞ്ഞ് അവൻ ആ കാര്യം പറയുമ്പോൾ മറ്റേ ഡോക്ടറാണ് അവന്റെ ഫാമിലി ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ ചോദിക്കും. അപ്പോഴാണ് ഷുവാൻഷും അവന്റെ ഫാമിലിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറയുമ്പോൾ അവരാണ് ഷുവാൻഷു വിളിച്ചോണ്ട് സർജറിക്കുള്ള സൈൻ വാങ്ങിക്കാൻ വേണ്ടി പോകും. അതിനുശേഷം ഇവിടെ ഡോക്ടറും ലിന്നിനെ ഒന്ന് കൂടെ നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഹെൽപ്പ് ചോദിക്കുമ്പോൾ അവനാണ് വരാന്ന് പറഞ്ഞ് സമ്മതിക്കും. കാരണം ഈ ഡോക്ടറിന് സർജറി ചെയ്യാൻ അറിഞ്ഞാലും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ കുറച്ച് ധൈര്യമായിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇപ്പം ലിന്നിനെ വിളിക്കുന്നത്. എന്നിട്ട് സർജറി നടക്കുമ്പോൾ ഇവിടെ ലിൻ പുറത്തിരുന്ന് അതൊക്കെ നോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അവനത് കാണുമ്പോൾ ഭയങ്കര ഹേർട്ട്
ഹേർട്ടിങ് ആയിരിക്കും. കാരണം ഇതേപോലെ അന്ന് അവൻ ആക്സിഡന്റ് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ അവൻ കുറെ ജീവനെ രക്ഷിച്ചേനെ. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കി അവനിപ്പോ നല്ല വിഷമാവും. എന്നിട്ട് ഷുവാൻഷുന്റെ ബാക്കി ഫ്രണ്ട്സൊക്കെ അവിടെ എത്തുമ്പോഴാണ് ഇവിടെ അവന് നടന്ന സംഭവങ്ങളൊക്കെ ഇവരോട് എടുത്തു പറയും. അപ്പോഴാണ് അവരൊക്കെ അവന്റെ ഫാമിലിക്ക് എങ്കിൽ പിന്നെ വിളിച്ചു പറഞ്ഞാൽ ചോദിക്കുമ്പോൾ ഷുവാൻഷും അവൻ കമ്പനി വിളിച്ച് അവന്റെ പാരന്റ്സിനെ വിളിക്കാൻ പറഞ്ഞെന്ന് പറയും. ഇതേ സമയം സ്കേറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഷീഗോനും അവളുടെ ഫോൺ നോക്കുമ്പോഴാണ് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നറിയാൻ വരും. അങ്ങനെ അതുകൊണ്ട് അവൾ ചാർജ് കയറ്റാൻ വേണ്ടി നേരത്തെ തന്നെ ഇവർ തീരുമാനിച്ച കടയിലേക്ക് ചെല്ലും. അങ്ങനെ അതിനുശേഷം അവളും ഫോണൊക്കെ ചാർജ് വാങ്ങിച്ചിട്ട് അവളുടെ അനിയന്റെ കൂടെ അവിടെ കുറെ സമയം വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അനിയനാണ് അവൻ സ്കേറ്റിംഗ് ചെയ്തില്ല പെടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയുമ്പോൾ ഇവള് പെടുക്കാൻ വേണ്ടി വന്നിങ്ങനെ ഒച്ചത്തി പറയാന്ന് പറഞ്ഞ് അവനെ മിണ്ടായിരിക്കാൻ പറയും. അതിനുശേഷം അവളും കറക്റ്റ് സമയത്ത് ലിൻ വരുന്ന പറഞ്ഞ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അവസാനം അവൻ വരാത്തോണ്ട് അനിയനാണ് ഈ ആണുങ്ങളൊന്നും വിശ്വസിക്കില്ലെന്ന് പറഞ്ഞ് ഇവളെ കളിയാക്കും. ഇത് കേട്ട് അവളും ഇവനൊരു ആണല്ലേ ചോദിക്കുമ്പോൾ അവനിപ്പോ ഒരു പയ്യനാന്ന് പറയും. അപ്പോഴാണ് അവളും ഇവൻ എന്ത് ഇതുവരെ വരാത്തെന്ന് പറഞ്ഞ് ലിന്ന് മെസ്സേജ് ചോദിക്കും. പക്ഷെ അതേസമയം അവന്റെ ഭാഗത്തിരുന്ന് ഇവൾക്കൊരു മെസ്സേജ് വന്നാണത്തില്ല. എന്നിട്ട് അവള് റിപ്ലൈ ഒന്നും കിട്ടാത്തോണ്ട് അവനെ ഫോൺ വിളിച്ചു നോക്കുമ്പോഴാണ് അവന്റെ ഫോൺ ഇപ്പോ ലോക്കറിനകത്തുള്ള. കാരണം അവൻ ഓപ്പറേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നേക്കുക. അതുകൊണ്ട് ഇതൊന്നും അറിയാതെ ഇവള് കുറച്ച് ടെൻഷൻ ആകുമ്പോൾ അനിയനാണ് അവ സ്കേറ്റിംഗ് ചെയ്യാൻ താമസിച്ചാണെന്ന് പറഞ്ഞ് അവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോഴാണ് ഇവളും അവനങ്ങനെ കറക്റ്റ് സമയത്ത് വരാതിരിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവളിവിടെ അവനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറെ രണ്ടോമാർ സ്കേറ്റിംഗ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു ആക്സിഡന്റ് നടന്നതിനെ കുറിച്ച് സംസാരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവളാണ് പേടിച്ചിട്ട് ചിലപ്പോൾ ലിന്നെല്ലാം പറ്റിയെന്ന് പറഞ്ഞ് അവളും കോൾ എടുക്കാത്തോണ്ട് ഇപ്പൊ അനിയന്റെ കൂടെ അന്വേഷിക്കാൻ വേണ്ടി ചെല്ലും. അങ്ങനെ അവിടുത്തെ ക്ലിനിക്കിൽ ചെന്ന് ലിന്ന് പേര് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ നഴ്സാണ് ഇതുവരെ അങ്ങനത്തെ പേര് ആരും ഇങ്ങോട്ടേക്ക് വന്നില്ലെന്ന് പറയും. അപ്പോഴാണ് അനിയനും ഇപ്പം പറഞ്ഞ പോലെ ഒന്നും സംഭവിച്ചാണത്തില്ലെന്ന് പറഞ്ഞ് അവൾ ആശ്വാസപ്പെടുത്തുമ്പോഴാണ് അവിടേക്ക് വരുന്ന മറ്റേ ഡോക്ടറാണ് ഇവിടെ ഒരു ഭയം ബോധമില്ലാതെ വീണായി അവനെ സീരിയസ് ആയിട്ട് ആശുപത്രിയിലാക്കിയേക്കെന്ന് അറിയും. പക്ഷെ അവന്റെ പേരൊന്നും അറിയത്തില്ലെന്ന് പറയുമ്പോഴാണ് ഇതേക്ക് അവളും പേടിച്ചിട്ട് ഇവളുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ട അവളിപ്പോ അന്വേഷിക്കുന്നതെന്ന് അറിയും. അപ്പോഴാണ് അവിടുത്തെ നഴ്സും വന്നവരൊക്കെ സ്കേറ്റിംഗ് ബോർഡ് ഇവിടെ വെച്ചിട്ട് പോയെന്നറിഞ്ഞ് ആ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവളാണ് അതിനകത്ത് ലിന്റെ സ്കേറ്റിംഗ് ബോർഡാണ്. അങ്ങനെ അതോടെ ഇവർ രണ്ടുപേരും കൂടെ പേടിച്ചിട്ട് ഏത് ആശുപത്രിയും ചോദിച്ചു മനസ്സിലാക്കി നേരിട്ട് അവിടേക്ക് ചെല്ലും. അങ്ങനെ പോകുന്ന വഴിക്ക് ഫുൾ അവള് ലിന്നെ കോൾ ചെയ്യുമ്പോഴാണ് അവസാനം വരെ അവൻ എടുക്കത്തേ ഇല്ല. കാരണം ലോക്കറിനകത്താണ് ഇപ്പോഴാ ഫോണുള്ളത്. അതുകൊണ്ട് ഇവളുടെ ടെൻഷൻ ഇവിടെ കൂടിക്കൊണ്ടേയിരിക്കും. ഇത് കണ്ട് അനിയനാണ് അവനൊന്നും പറ്റി കാണത്തില്ലെന്നറിഞ്ഞ് ഇവളെ സമാനപ്പെടാൻ പറയുമ്പോൾ അവളെങ്കിൽ പിന്നെ അവളുടെ അമ്മയോട് ചോദിക്കട്ടെ എന്നറിഞ്ഞ് ഇവളുടെ അമ്മയെ വിളിച്ച് അവന്റെ അമ്മയുടെ ഫോൺ നമ്പർ കിട്ടുമെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇവളുടെ അമ്മയും അവനെ കുറിച്ചാണ് തിരക്കിയിട്ട് ഇവളെ തിരിച്ചു വിളിക്കാന്ന് പറയുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് ഇവളുടെ അമ്മയാണ് ഫോൺ വിളിച്ചിട്ട് ലിന്റെ അമ്മ കോളൊന്നും എടുക്കുന്നില്ലെന്ന് പറയും. കാരണം അവര് മറ്റേ ഹോട്ട് സ്പ്രിങ്ങിന് പോയേക്കുക. ഇതേ സമയം ഇവിടെ ഓപ്പറേഷൻ സക്സസ് ആയിട്ട് നടക്കുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞ് അവിടേക്ക് ഷീഗോനെ അനിയനും കൂടെ ഓടിയെത്തും. അതേസമയം ഇവിടെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറും ഇവരെയൊക്കെ പേടിക്കാതിരിക്കാൻ പറഞ്ഞ് സർജറി സക്സസ് ആയെന്ന് പറയുമ്പോൾ ലിന്നാണ് പതിയെ ആ സ്ഥലം വിട്ടിങ്ങനെ നടന്നു പോകും. കാരണം ഇവനല്ല ഓപ്പറേഷൻ ചെയ്ത്. അതുകൊണ്ട് അവനും പണ്ട് ഇവൻ ഇങ്ങനെ സംസാരിച്ച കാലം നോക്കി ആ ഇമോഷണൽ ഫീൽ വന്നുപോയിക്കൊണ്ടിരിക്കും. കാരണം അവൻ ഇപ്പോഴും ഡോക്ടർ ആകാനാണ് ആഗ്രഹം. അത് ഇവനെ കൊണ്ട് സാധിക്കുന്നില്ലെന്ന് ഒരു സങ്കടമുണ്ട്. ഇതേ സമയം അവിടേക്ക് ഓടിയെത്തുന്ന ഷീഗോനാണ് പെട്ടെന്ന് ഇവനെ കണ്ടിട്ട് ലിന്ന് പറഞ്ഞു വിളിക്കും. അങ്ങനെ അതോടെ എല്ലാരും കൂടെ അവളെ നോക്കുമ്പോൾ ഇവൻ അവളെ കണ്ട് മൊത്തം ഷോക്കായി പോകും. അതിനുശേഷം അടുത്ത സെക്കൻഡ് ഓടി അവൾ ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവൻ എന്താ വിളിച്ചിട്ടൊന്ന് ഫോൺ എടുക്കാത്തെന്ന് പറഞ്ഞ് അവൻ എന്തേലൊക്കെ പറ്റിക്കാണെന്ന് പറഞ്ഞോളൂ മൊത്തത്തിൽ പേടിച്ചോയെന്നറിയും. അങ്ങനെ അവള് കുറെ വെപ്രാളപ്പെടുമ്പോഴാണ് ഇവനാണ് അതിനു വേണ്ടിയാണോ ഇവൻ എന്നെ ഇവിടേക്ക് വന്നേം ചോദിക്കും. അപ്പോഴാണ് അവളും പിന്നെ ഫോൺ എടുക്കാനും നിനക്കൊല്ല സംഭവിച്ചാണെന്ന് മേടിച്ചിട്ട് ഞങ്ങളൊക്കെ എത്രമാത്രം പേടിച്ചെന്നറിയാന്ന് പറഞ്ഞ് അവൾ ഇവനെ കുറിച്ച് കെയർ ചെയ്യുമ്പോഴാണ് മറ്റേ ഡോക്ടറാണ് ലിൻ കൂടെ ഉള്ളതുകൊണ്ടാ ഈ സർജറി മൊത്തം സക്സസ് ആയെന്ന് പറഞ്ഞ് ഷുവാൻഷുനും അവന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഇവനോട് താങ്ക്സ് അറിയും. അപ്പോഴാണ് ഇത് കാണുന്ന ഷീഗോനാണ് ഇവന്റെ അവസ്ഥ മനസ്സിലാക്കി അവളും കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കും. അതിനുശേഷം അവള് പെട്ടെന്ന് ഷുവാൻഷിനെ കണ്ട് ഇവൻ ഇവിടെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവൻ അവന്റെ കൂട്ടുകാരനെ സീരിയസ് ആയിട്ട് നടക്കുന്നതെന്ന് അറിയും. അതിനുശേഷം ഷീഗോനാണ് ലിന്നിനോട് അപ്പൊ ഇവനൊരു കുഴപ്പമില്ലല്ലോ എന്നറിഞ്ഞ് അവൾ ആശ്വാസപ്പെടുമ്പോൾ അവനൊരു കുഴപ്പമില്ലെന്ന് പറയും. അപ്പോഴാണ് അവിടേക്ക് നഴ്സാണ് ഇവന്റെ ഫോൺ കുറെ സമയത്ത് റിങ് ചെയ്യാന്നറിഞ്ഞ് ലോക്കറിൽ നിന്ന് എടുത്തോണ്ടാൻ പറയും. അതിനുശേഷം അവന് ഡ്രസ് ചേഞ്ച് ചെയ്ത് വരാന്നറിഞ്ഞ് ഇവരെ പുറത്തുനിന്ന് വെയിറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഷുവാൻഷും ഇവളെ തന്നെ നോക്കി കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കും. അതിനുശേഷം അനിയനാണ് അവൻ പറഞ്ഞ പോലെ ഒന്നും സംഭവിച്ചില്ലെന്നറിഞ്ഞ് ഇവളുടെ പേടിയൊക്കെ മാറിയെന്ന് ചോദിക്കുമ്പോൾ അവളാണ് ഇപ്പോഴാ ജീവൻ തിരിച്ചു കിട്ടിയെന്നറിഞ്ഞ് കുറച്ച് സമാധാനമാകും. അപ്പോഴാണ് അനിയനും ചിലപ്പോൾ ലിന്ന് ഇവളെ കുറെ പ്രാവശ്യം വിളിച്ചാണ് ഇവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് കോൾ വന്നു കാണത്തില്ലെന്ന് പറയും. അതേസമയം ഇവിടെ ലിന്നും ലോക്കറിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് അവൾ കുറെ മിസ് കോളും അവളുടെ കുറെ മെസ്സേജും കാണുന്നത്. അങ്ങനെ അതുകൊണ്ട് അവനും ഇവനെ ഓർത്ത് അവൾ കുറെ പേടിച്ചോ എന്നറിഞ്ഞ് അവൻ ഇപ്പോഴാ മനസ്സിലാന്ന്. അതേസമയം ഷീഗോനാണ് അവന് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിലും എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചുകൂടെന്നറിഞ്ഞ് ഇവൾ അതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ അമ്മയാണ് ഫോൺ വിളിച്ചിട്ട് ലിന്റെ അമ്മ അവൻ ആശുപത്രി പോയേക്കോന്നറിയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ഷീഗോനും എങ്കിൽ പിന്നെ ഇവളോട് മാത്രം എന്തോ പറയാത്തെന്നറിഞ്ഞ് അവൾ അനിയനെ വിളിച്ചോണ്ട് പുറത്തേക്ക്
പുറത്തേക്ക് ചെല്ലും. അങ്ങനെ ഇതൊക്കെ ഷുവാൻഷു അവിടെ നിന്ന് കണ്ടോണ്ടിരിക്കുക. അതിനുശേഷം ലിന്നും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പുറത്തേക്ക് വരുമ്പോൾ മറ്റേ ക്രിസ് ആണ് അവർ രണ്ടിനും പുറത്തേക്ക് പോയെന്ന് പറയും. അതിനുശേഷം ലിന്ന അവരുടെ പുറകെ ചെല്ലുമ്പോഴാണ് മറ്റേ ഡോക്ടറാണ് അവിടേക്ക് വന്നിട്ട് ഇവന്റെ സീനിയറിന് ഇപ്പൊ ഇവനോട് സംസാരിക്കണം എന്ന് പറയും. അതുകൊണ്ട് ഇവനെ സമയമുണ്ടോ ചോദിക്കുമ്പോൾ അവനാണ് ആദ്യം അവന്റെ സീനിയറിനോട് സംസാരിക്കും. അങ്ങനെ അദ്ദേഹം ഇവന്റെ കൂടെ മുമ്പ് ജോലി ചെയ്ത. അങ്ങനെ ഇവന്റെ ടാലന്റ് ഇപ്പോഴും ഉണ്ടെന്നറിഞ്ഞ് അയാൾ മുമ്പ് പറഞ്ഞ പോലെ അവൻ ഇപ്പോഴും ആശുപത്രിയിലേക്ക് വിളിക്കാൻ തയ്യാറാന്നറിയും. എന്നിട്ട് ഇവിടെ ലിന്നോടി പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ അനിയനാണ് കുറെ സമയത്ത് ഇവന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഇവൻ പറഞ്ഞ വാക്കനുസരിച്ച് പുറത്തേക്ക് ഫുഡ് കഴിക്കാൻ പറയും. അപ്പോഴാണ് ഷീഗോൻ അവനെ നോക്കി അതിനുമുമ്പ് ഇവൾക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയും. അതായത് ഇവൻ ഇവിടെ വന്നെങ്കിൽ പിന്നെ ആ കാര്യം അവളോട് എന്താ മെസ്സേജ് അയച്ച് പറയാത്തേന്ന് ചോദിക്കും. അങ്ങനെ ഒറ്റ മെസ്സേജ് അയക്കാൻ പോലും സമയം കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിലും ആ മെസ്സേജ് അവൾ കാണാൻ പറ്റുമെന്ന് പറയും. അപ്പോഴാണ് അവനും സോറി പറഞ്ഞിട്ട് ഇവൾ ഇത്ര എന്തോ ഒരു യാത്ര ചെയ്തവരെന്ന് അവൻ വിചാരിച്ചില്ലെന്ന് പറയും. ഇത് കേൾക്കുന്ന അവളാണ് അവൾ എങ്ങനെ വരാതിരിക്കും പറഞ്ഞ് ഇവനെ ഫോൺ വിളിച്ചെടുക്കാത്തോണ്ട് അവൾ മൊത്തത്തിൽ പേടിച്ചോയെന്ന് പറയും. അങ്ങനെ ഇവളെ ഇഷ്ടമെന്ന് പറഞ്ഞ് പുറകെ നടന്നിട്ടും ആ സമയത്ത് ഒരു മെസ്സേജ് പോലെ അയക്കാൻ തോന്നില്ലെന്ന് പറഞ്ഞ് അപ്പൊ സത്യത്തിൽ ഇവന് ഇഷ്ടമല്ലെന്ന് പറയുമ്പോൾ ഇവനാണ് എന്താണെന്നറിയാതെ മൊത്തത്തിൽ സങ്കടത്തിൽ തന്നെ ഇരിക്കും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ ഇവൾ അതോർത്ത് വിഷമിക്കുമെന്ന് ഇവൻ വിചാരിക്കാത്ത തെറ്റെന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തി അവിടുത്തെ ടാക്സി വിളിച്ച് കയറും. ഇത് കണ്ട് അനിയനാണ് അവൾ ഇത്രയും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല, അവിടെ നീ തീർന്നു മോനെന്ന് പറഞ്ഞ് അവനും പേടിപ്പിച്ചിട്ട് അകത്തേക്ക് കയറും. അതിനെ ശിവരണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് അവളാണ് ആരോടൊന്നും സംസാരിക്കാതെ ദേഷ്യത്ത് റൂമിലേക്ക് ചെല്ലും. ഇതേ സമയം ലിന്നാണ് അവളെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ ദേഷ്യത്തി ഇവന്റെ ഫോൺ എടുക്കത്തില്ല. അതുകൊണ്ട് അവനും അവളെ ഓർത്ത് വിഷമിച്ചിരിക്കും. അപ്പോഴാണ് പോകുന്ന വഴിക്ക് ഇവൻ അവൾക്ക് ഇഷ്ടപ്പെട്ട പടക്കം വാങ്ങിക്കാൻ വേണ്ടി ആലോചിക്കും. ഇതേ സമയം ഇവൾ ദേഷ്യത്തിരിക്കുന്നുണ്ട്. അനിയനാണ് സമാനപ്പെടുത്താൻ വേണ്ടി അവനൊരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കിയേക്കാന്ന് പറഞ്ഞ് അവളെ പുറത്തേക്ക് കഴിക്കാൻ വേണ്ടി വിളിക്കും. അപ്പോഴാണ് ഇവള് നോക്കുമ്പോൾ അത് സാധാരണ ഒരു നൂഡിൽസ് ആയിരിക്കും. അതുകൊണ്ട് ഇവളും ഇതാണോടെ വെറൈറ്റി എന്ന് പറഞ്ഞ് അവനെ നോക്കുമ്പം അവനാണ് ചിരിച്ചിട്ട് ഇതും വെറൈറ്റി അല്ലേ എന്ന് പറഞ്ഞ് അവളുടെ ദേഷ്യമൊക്കെ മാറ്റി വെച്ച് കഴിക്കാൻ പറയും. ഇതേക്ക് അവളാണ് എനിക്ക് ദേഷ്യപ്പെടാൻ അവകാശമില്ലെന്ന് പറഞ്ഞ് ഇവൾ ആ കാര്യം പറയുമ്പം അനിയനാണ് ഇവൾ ഇത്രയും അപ്സെറ്റ് ആയിട്ട് അവൻ കണ്ടില്ലെന്ന് പറയും. അങ്ങനെ ലിന്നിനോട് ദേഷ്യപ്പെട്ട് കണ്ണ് തന്നെ ചുമന്നു എന്നറിഞ്ഞ് ഇവൻ ആ കാര്യം പറഞ്ഞു കൊടുക്കുമ്പം കറക്റ്റ് അതേ സമയം തന്നെ ലിന്നാണ് ഇവളുടെ വീട്ടിന്റെ പുറത്ത് വന്ന് പടക്കമൊക്കെ കത്തിക്കാൻ തുടങ്ങും. ഇത് കാണുന്ന അനിയനും ഈ കാര്യം അവൾക്ക് മെസ്സേജ് പറയുമ്പോഴാണ് അവൾ പുറത്തേക്ക് ചെന്നിങ്ങനെ നോക്കുമ്പോൾ അവൾക്കാണ് അവിടെ നിന്ന് ഒന്നും കാണാൻ സാധിക്കത്തില്ല. ഇതേ സമയം ലിന്നും പടക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവ സൈലന്റ് ആയിട്ട് ആ വാതിലിന്റെ അടുത്തേക്ക് വന്നിരിക്കും. അതിനുശേഷം അവന് ഫോൺ എടുത്ത് ഇവൾക്ക് മെസ്സേജ് അയക്കുമ്പോഴാണ് അത് കാണുന്ന അവളാണ് ആ വീണ്ടും സോറ് കഴിച്ച് ഒരു ഫോട്ടോ അയച്ചേക്കുന്ന കാണുന്നത്. അങ്ങനെ അതെടുത്ത് അവൾ തുറന്നു നോക്കുമ്പോൾ അവനാണ് ആംബുലൻസിൽ പോകുന്ന വഴിക്ക് ഇവൾക്ക് അയച്ച മെസ്സേജ് സെൻഡ് ആയില്ലെന്ന് കാണിക്കും. കാരണം അവൻ ഒരു ആക്സിഡന്റ് കേസായിട്ട് ആശുപത്രി പോകാന്ന് ആംബുലൻസ് വെച്ച് ടൈപ്പ് ചെയ്തായിരുന്നു. പക്ഷെ ആ സംഭവം നെറ്റ് കാരണം സെൻഡ് ആയി കാണത്തില്ല. അങ്ങനെ അതവൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുമ്പം ഇവളാണ് പെട്ടെന്ന് അവനെ കാണാൻ വേണ്ടി ഓടിച്ചില്ലും. അപ്പോഴാണ് അവനും ഇവളോട് സോറി പറയുമ്പം അവളാണ് തെറ്റ് ചെയ്തെന്തിനാ സോറി പറയുന്നതെന്ന് പറഞ്ഞ് മെസ്സേജ് സെൻഡ് ആവാത്ത ഇവന്റെ തെറ്റല്ലെന്ന് പറയും. പക്ഷെ ഈ കാര്യം എന്തോ ആശുപത്രി പറയാത്തെന്ന് പറഞ്ഞ് ഇവൾ കുറെ വഴക്കുറഞ്ഞെന്ന് പറയുമ്പം അവനാണ് ആ സമയത്ത് അവൻ കൺഫ്യൂസ് ആയിരുന്നു പറയും. കാരണം സത്യത്തിൽ ഇവൾക്ക് മെസ്സേജ് അയക്കാൻ പോയപ്പോൾ അവൻ അയക്കണോ വേണ്ടയോ എന്ന് ഒരു സെക്കൻഡ് ആലോചിച്ചായിരുന്നു. കാരണം ഇവനെ കുറിച്ച് ഇങ്ങനെ എല്ലാ കാര്യം പറഞ്ഞ് വെറുതെ അവൾക്ക് ശല്യമാകണ്ടെന്ന അവൻ വിചാരിച്ച. പക്ഷെ എന്നാലും അവൻ പെട്ടെന്ന് ആ മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്ത് അവൾക്ക് ആ മെസ്സേജ് സെൻഡ് ചെയ്ത് കാണും. അങ്ങനെ ആ ഒരു സ്പീഡിലാണ് നെറ്റ്വർക്ക് കണക്ഷൻ കാരണം ആ മെസ്സേജ് സെൻഡ് ആവാത്ത. അങ്ങനെ ആ കാര്യം അവനും പറഞ്ഞു കൊടുക്കുമ്പം ഇത് കേട്ട് അവളാണ് ഇവൻ എന്തിനും ഇങ്ങനെ കാലിച്ചോട്ടുന്നെന്ന് പറഞ്ഞ് ഇവൻ എന്തെങ്കിലും സംഭവിച്ച പിന്നെ അവൾ വിഷമിക്കത്തില്ലെന്ന് ഇവനെ ഒരു ശല്യമായിട്ടല്ല അവൾ കാണുന്നതെന്ന് പറയും. അപ്പോഴാണ് അവനും ആ കാര്യം അവൻ ഇപ്പോഴാ മനസ്സിലായെന്ന് പറഞ്ഞ് അവളോട് വീണ്ടും വീണ്ടും സോറി പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കേൾക്കുന്ന അവളാണ് ഇവൻ എന്തിനാ ഇങ്ങനെ വീണ്ടും വീണ്ടും സോറി പറയുന്നതെന്ന് പറഞ്ഞ് അവന് നിർത്താൻ വേണ്ടി പറയും. എന്നിട്ട് അവൾ ഈ പടക്കമൊക്കെ എന്തിനാന്ന് പറഞ്ഞ് ഇവൾ തന്നതിന്റെ പകരമാണെന്ന് ചോദിക്കുമ്പം അവനാണ് അതുകൊണ്ടൊന്നല്ല, ഇവിടേക്ക് വരുമ്പോ ചുമ്മാ വരണ്ടെന്ന് വിചാരിച്ച അവൻ പടക്കം വാങ്ങിച്ചിട്ട് വന്നേന്ന് പറയും. അതുകൊണ്ട് ഇവളെ ചെന്ന് ലൈറ്റർ എടുത്തോണ്ട് വരാൻ പറയുമ്പം ഇത് കേട്ട് അവളാണ് ലൈറ്ററും വാങ്ങിയൊന്നും ഇല്ലാതാണ് വന്നേന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് എറിച്ചില്ലും. ഇതേ സമയം ഇതെല്ലാം കണ്ട് അനിയനാണ് നിനക്കെന്തോടി വട്ടു പിടിച്ചോന്ന് പറഞ്ഞ് അവൻ ഇത്രയും പെട്ടെന്ന് ക്ഷമിച്ചോന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും മെസ്സേജ് സെൻഡ് ആകാത്തയാന്ന് പറഞ്ഞ് ആ കാര്യം പറഞ്ഞു കൊടുക്കുമ്പം അനിയനാണ് എന്തായാലും ഇവളങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ മാറുന്ന ഒരു ഡേറ്റിങ്ങിന് ശരിയായിട്ടുള്ള രീതിയല്ലെന്ന് പറയും. ഇതേക്കുന്ന അവളും വന്ന് ഇവനൊരു ഡേറ്റിങ്ങിന്റെ അഡ്വൈസറായിട്ട് മാറുന്നെന്ന് പറയുമ്പം അവനും ഇവൾക്ക് കുറച്ച് അഡ്വൈസ് തന്നെയാന്ന് പറഞ്ഞ് അത് ഇവൾക്ക് സഹിക്കുന്നില്ലെന്ന് ചോദിക്കും. അതുകൊണ്ട് ആശുപത്രി വെച്ച് അവൻ ഈ കാര്യം പറയാത്തോണ്ട് അതും പിടിച്ച് അവനോട് ദേഷ്യം കാണിക്കാൻ പറയും. ഇത് കേട്ട അവളും അതിനെക്കുറിച്ച് അവൻ ഏതാണ്ടൊക്കെ പറഞ്ഞ് പക്ഷെ എന്നാലും നീ പറഞ്ഞ പോലെ കുറച്ച് ദേഷ്യത്തിൽ തന്നെ നിൽക്കാം എന്ന് ഇവർ രണ്ടുപേരും കൂടി ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് അവൾ പുറത്തേക്ക് ചെല്ലും. അപ്പോഴാണ് പെട്ടെന്ന് അവളുടെ മനസ്സ് മറന്ന് ലിന്ന ആ സമയത്ത് എത്രമാത്രം കഷ്ടത്തിലായിരുന്നെന്ന് ഇവൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന്. കാരണം ഒരു ഡോക്ടറാകാൻ പറ്റാത്ത വിഷമം അവന്റെ മനസ്സിൽ കാണും. ഒരു വിഷമം കാരണമാണോ അവൻ അവിടെ ഇതിനെ കുറിച്ചൊന്നും പറയാത്തേന്ന് പറഞ്ഞ് ഇവൾക്ക് കാര്യം പിടികിട്ടും. അതുകൊണ്ട് അവള് പുറത്തേക്ക് ചെന്ന് ഇവന്റെ കൂടെ സന്തോഷത്തിൽ പടക്കം പൊട്ടിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്ന അനിയനാണ് ദേഷ്യപ്പെടാൻ പറഞ്ഞിട്ട് ഇവൾ എന്തുവാടേ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഷോക്ക് അടിച്ച് കണ്ടോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ലിന്നാണ് എന്തായാലും സ്കേറ്റിംഗ് ചെയ്തിട്ട് ഇവർ കഴിക്കാൻ തീരുമാനിച്ച പോലെ ഇപ്പൊ
ഒരുമിച്ച് പോകണം എന്നറിഞ്ഞ് അവൻ പെട്ടെന്ന് ഷീഗോന്റെ അനിയനെ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കും. അതോടെ അടുത്ത സെക്കൻഡ് അവന് നാണമാനില്ലാതെ ദാ വരുന്ന ചേട്ടാന്നറിഞ്ഞ് അവൻ ഓടി താഴേക്ക് വരും. അതോടെ അടുത്ത സെക്കൻഡ് അവന് ഡോറിന്റെ അടുത്ത് വരുമ്പം ഷീഗോനെ പോലെ തന്നെ അവനെന്ന് മനസ്സിലാക്കും. അങ്ങനെ അതിനുശേഷം ഇവിടെ ലിൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം ഇവന്റെ അമ്മയാണ് ആ പേഷ്യന്റ് ഓക്കെയാണെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇവൻ ഓടിച്ചെന്ന് അവന്റെ അമ്മയെ ഹഗ് ചെയ്യും. അതോടെ അവന്റെ അമ്മയും എന്തോ ഭക്ഷണം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ഇത് കാണുന്ന അവന്റെ അമ്മയുടെ ബോയ് ഫ്രണ്ടാണ് ഇവർക്ക് സ്പേസ് തരാൻ വേണ്ടി നൈസിന് റൂമിലേക്ക് ചെല്ലും. എന്നിട്ട് അവന്റെ അമ്മയോട് അവൻ ഇതിനുമ്പോ അവന് സംഭവിച്ച ആക്സിഡന്റിനെ കുറിച്ച് അവൻ കുറെ ഓർത്ത് വിഷമിച്ചിട്ടുണ്ട്, അതിനുശേഷം അവന് ഡോക്ടറാകാൻ പറ്റില്ലെന്ന് അറിഞ്ഞ്. പക്ഷെ ഇന്ന് ഷീഗോൻ ഇവനോട് കാണിച്ച സ്നേഹം കണ്ടിട്ട് അവൻ ആ ദുഃഖമൊക്കെ ഇല്ലാതായി പോയെന്നറിഞ്ഞ് അവന്റെ അമ്മയോട് ആ കാര്യം പറയുമ്പം ഇത് കേട്ട് അവരാണ് ഇവനോർത്ത് അവർ സന്തോഷപ്പെടുമെന്നറിഞ്ഞ് അവൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറയും. അതേസമയം ഇവിടെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഷുവാൻഷു അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കുറച്ച് വിഷമത്തിലായിരിക്കും ഇരിക്കുന്നത്. കാരണം ട്രിപ്പിനെന്ന സ്ഥലത്ത് ഇവരുടെയൊക്കെ ഒരു കൂട്ടുകാരൻ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുക. അങ്ങനെ അവർക്കൊക്കെ പോകാൻ മനസ്സില്ലെങ്കിലും ഷുവാൻഷു ആണ് ഇവരെയൊക്കെ തിരിച്ചു പോകാൻ പറഞ്ഞിട്ട് അവ മാത്രം ഇവിടെ നിന്നോളാൻ പറയും. അങ്ങനെ അതുകൊണ്ട് അവരൊക്കെ പിന്നീട് ഒന്ന് അവനെ കാണാന്ന് പറഞ്ഞ് അവരൊക്കെ ഇറങ്ങുമ്പോഴാണ് മറ്റേ ക്രിസ്ത്യനാണ് ഇപ്പൊ ഷുവാൻഷുവിനോട് സ്നേഹം കൂടിക്കൊണ്ടേയിരിക്കും. കാരണം ആദ്യം അവന്റെ സൗന്ദര്യത്തിലെ അവൾ വീണുപോയ, പക്ഷെ ഇപ്പൊ അവന്റെ ക്യാരക്ടറിൽ മൊത്തത്തിൽ വീണുപോയി. അങ്ങനെ ഈ കാര്യം അവളുടെ കൂട്ടുകാരോട് പറയുമ്പം അവളാണ് അതൊക്കെ മുമ്പേ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ് ഇവ രണ്ടും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അതിനേശം ഇവിടെ ഷുവാൻഷുവും അവർ റൂമിൽ ചെന്ന് ആശുപത്രി കിടക്കുന്ന മറ്റേ കൂട്ടുകാരൻ പറഞ്ഞായിരിക്കും ആലോചിച്ച് നോക്കുന്നത് ലിൻ ഇപ്പോഴും ഷീഗോനെ വളയ്ക്കാൻ നോക്കുവാന്ന്. അങ്ങനെ അതാലോചിച്ച് അവനും ഇപ്പൊ ഷീഗോനെ ഒരു പ്രാവശ്യം കാണാൻ പോവാന്നറിഞ്ഞ് അവളുടെ ഓർമ്മയെ തന്നെ അവൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇവൻ ചെന്ന് നോക്കും. അങ്ങനെ പുറത്ത് തന്നെ നിന്നിട്ട് അവനും അവളായിട്ടുള്ള പഴയ സംഭവമൊക്കെ ആലോചിച്ച് നോക്കി അവൾക്കും ലിന്നും തമ്പി എന്തോ ബന്ധം എന്നറിഞ്ഞ് ആ മെസ്സേജ് ചോദിക്കാൻ വേണ്ടി പോകും. പക്ഷെ ആ ഒരു സെക്കൻഡ് അവൻ ആ മെസ്സേജ് അയക്കാൻ തോന്നാതെ അവൻ അവളുടെ റൂമിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ലിൻ അവന്റെ ഫാമിലി ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുക. അങ്ങനെ അതുകൊണ്ട് ഷീഗോന്റെ ഫാമിലിയും അവർക്ക് റൈഡ് കൊടുത്തിട്ട് ഇവരൊക്കെ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ലിന്നും അവന്റെ ഫാമിലിയും കൂടെ ഇവർക്കെല്ലാം ബായ് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങും. അതിലേശിൽ നിന്നും അവൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ തന്നെ അവൻ ഷുവാൻഷുവിന്റെ കൂട്ടാനെ കാണാൻ വേണ്ടി ആശുപത്രിയിലേക്ക് ചെല്ലും. അപ്പോഴാണ് അവിടെ വെച്ച് ഷുവാൻഷുവിനെ കണ്ടുമുട്ടുമ്പം ലിന്നാണ് പേഷ്യനെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഷുവാൻഷു ഇവനോട് ഇപ്പൊ താങ്ക്സ് പറയുമ്പം ലിന്നാണെ അന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവന്റെ ഫ്ലൈറ്റിന് സമയം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അതിനുശേഷം അന്ന് രാത്രി ഇവിടെ ഷീഗോനും അവളുടെ ഫാമിലിയായിട്ട് തിരിച്ചു പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും ഡ്രസ്സൊക്കെ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ലിന്ന് ഇവൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന ആ സ്നോയൊക്കെ ഇവൾ കുറെ മിസ് ചെയ്യും. പക്ഷെ ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ അത് മൊത്തത്തിൽ ഒന്നും ഇല്ലാതായി പോന്ന് പറഞ്ഞ് അവൾ അതൊക്കെ വീഡിയോ എടുത്തിട്ട് ലിനിന് അയച്ചു കൊടുക്കും ഇവൾക്ക് ഇത് കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. അപ്പോഴാണ് അവനും ആ സ്നോ ഉണ്ടാക്കുന്ന വ്യക്തി തന്നെ ഇവളുടെ കൂടെ ഉള്ള എന്തോ സീൻ എന്നറിഞ്ഞ് അവൻ തിരിച്ച് മെസ്സേജ് അയച്ചുടനെ ഇവൾക്ക് ഭയങ്കര നാണമായിരിക്കും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഷീഗോന്റെ അച്ഛനും ലിന്നിന്റെ അങ്കിളും കൂടെ കണ്ട് സംസാരിക്കും. അങ്ങനെ ഇവർ രണ്ടുപേർക്കും ലിന്നിന് ഒട്ടും തന്നെ ഇഷ്ടമല്ല. കാരണം ബിസിനസിന്റെ ഇടയ്ക്ക് അവൻ കുറച്ച് ഇവർക്ക് പ്രശ്നമായിട്ട് മാറുക. അപ്പോഴാണ് ഇവർ സംസാരിക്കുന്നിടെ ഷീഗോന്റെ അച്ഛൻ അറിയാൻ വരും അയാളുടെ സ്വന്തം മോള് ജോലി ചെയ്യുന്നത് അവന്റെ കീഴിലാണെന്ന്. അങ്ങനെ അവൻ അവിടുത്തെ മാനേജർ എന്നുള്ള കാര്യം ഇവളുടെ അച്ഛൻ ഇപ്പോഴാണ് അറിയാൻ വരുന്നത്. ഇതേ സമയം തിരിച്ചു വന്ന ഷീഗോനും കമ്പനി വെച്ച് ലിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളാണ് ഇവൻ തന്ന പുതിയ കൺസ്ട്രക്ഷൻ പണിയിൽ അവൾ എന്തൊക്കെ ചെയ്യണമെന്ന് കുറെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുമെന്ന് അറിയും. കൂടാതെ ഇവളുടെ അച്ഛനാണ് ആ പുതിയ സ്ഥലത്തേക്ക് പൈസ ഇറക്കേണ്ടത്. പക്ഷെ മുമ്പ് അയാൾ പൈസ തരാതിരിക്കുക എന്നുള്ള കാര്യം ഇവൾ അറിഞ്ഞെന്ന് വിഷമിച്ചാണ്. അങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ പൈസയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവൾക്ക് സംസാരിക്കണം എന്നറിഞ്ഞ് ഇവനോടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പറയുമ്പം അവനാണ് കുറച്ച് സമയം കഴിഞ്ഞ് അവൻ അവരോടൊക്കെ സംസാരിക്കാൻ പറയും. ഇത് കേട്ട് അവളും കുറച്ച് സമയം കഴിഞ്ഞോ, അതെന്ത് ഇപ്പൊ തന്നെ വിളിച്ച, ഇതിനുമ്പ് നീ എനിക്ക് കുറെ ബുക്കൊക്കെ പഠിക്കാൻ തരാന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ അതും നീ ഇതുവരെ വാങ്ങിച്ചെന്നില്ല എന്നിന് അവളും പറയുമ്പം അവനാണ് വാങ്ങിച്ച ബുക്കൊക്കെ വീട്ടിയിരിക്കാന്ന് പറഞ്ഞ് ഇവളോട് ആ കാര്യം പറഞ്ഞിട്ട് അവൻ അപ്പം തന്നെ അവന്റെ ബോസ് എല്ലാവരും കൂടെ വിളിച്ചൊരു മീറ്റിംഗ് വെക്കും. അങ്ങനെ അതിനുശേഷം പുതിയ കൺസ്ട്രക്ഷനെ കുറിച്ച് ഇവരൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അന്ന് രാത്രി തന്നെ വർക്ക് കഴിഞ്ഞിട്ട് ഇവൾ അവനെ വിളിച്ചോണ്ട് അവന്റെ വീട്ടിലേക്ക് ചെല്ലും. അതിനുശേഷം അവനും ഇവൾ ചോദിച്ച ബുക്കൊക്കെ ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായെന്ന് അവൾക്കത് കാണിച്ചു കൊടുക്കുമ്പം ഇവളാണ് അപ്പൊ ഇവൻ ഇത് മൊത്തത്തിൽ വായിച്ചോന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ഏതാന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവൻ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ അറിഞ്ഞ് ഇപ്പൊ ഇവളെ ഇരുന്ന് വായിച്ചു നോക്കാൻ പറയുമ്പം അവളാണ് രാത്രി ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇവൾക്ക് വെയിറ്റ് വെച്ചെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് ലിന്നും സോറി അല്ലേലും ആന്റി ഇവിടെ ഇല്ല എന്ന് അവൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയ ഉടനെ ഇവള് ചെറുതായിട്ട് ചമ്മിപ്പോകും. അതിനുശേഷം അവനും ഇവൾക്ക് കഴിക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് ഫുഡ് ഉണ്ടായിക്കൊണ്ടുവരും. അപ്പോഴാണ് അവളും അത് കഴിക്കുന്ന മുമ്പേ തന്നെ ആ ടേബിളിലുള്ള സോയാബീൻ എന്തോന്ന് പറഞ്ഞ് ഇവൻ എപ്പോഴും ബുക്കൊക്കെ വായിക്കുമ്പോൾ ഇത് കാണാറുണ്ടെന്ന് പറയും. ഒരു ഹിത അടുത്തുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് നല്ലോണം പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവളെ കുറെ ഇങ്ങനെ ആലോചിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുമ്പം അവനാണ് അത്രയ്ക്കൊന്നും ആലോചിച്ചു കൂട്ടണ്ട, ഇത് അവന്റെ കൈവേദന മാറാൻ വേണ്ടി ഒരു എക്സസൈസ് ആണെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഒരു ബൗളിരിക്കുന്ന സോയാബീനൊക്കെ അവൻ മറ്റൊരു സൈഡ് മാറ്റിയിടും. അപ്പോഴാണ് ഇതൊക്കെ അവൾ അറിയാൻ വരുന്ന സത്യത്തിൽ അവന്റെ ആക്സിഡന്റിനുള്ള വേദന അവൻ ഇപ്പോഴും ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവളും വിഷമിച്ച് ഇവൻ ഇപ്പോഴപ്പം നല്ല വേദനയാണെന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ച് വിഷമിക്കുമ്പം അവനാണ് പണ്ടേ വേദന എടുത്തുള്ളു, ഇപ്പൊ അതൊക്കെ മറന്നോ എന്നറിഞ്ഞ് ഇവൾ അടുത്തുള്ളതുകൊണ്ട് അവൻ സന്തോഷമെന്ന് വിചാരിക്കും. അങ്ങനെ അതിനുശേഷം അവളും കുറച്ച് നാണിച്ചിട്ടൊക്കെ ഇവന്റെ അങ്ങനെ ഫ്രീ ആയിട്ട് ബുക്ക് ഒന്ന് എടുത്തോണ്ട് പോയിക്കോടെന്ന് പറഞ്ഞ് അവൾ അതിന് പകരം ഇവർ കഴിക്കാൻ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന്
പറയും. അപ്പോഴാണ് അവനും ഇവളല്ലേ വെയിറ്റ് വെച്ചെന്നറിഞ്ഞ് ആ കാര്യം ഓർമ്മിപ്പിച്ചു കൊടുക്കുമ്പം അവള് പഠിക്കുമ്പോൾ കുറച്ച് എനർജി ആണെന്നറിഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ചെല്ലും. അങ്ങനെ ഓരോ ദിവസവും ഷീഗ്വാൻ ആ പുതിയ കമ്പനിക്ക് വേണ്ടി അവൾ ഹാർഡ് വർക്ക് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഈ വരുന്ന ശനിയാഴ്ച ഇവൾ ലിന്നെയും വിളിച്ചോണ്ട് ഇവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ പാർട്ടി ചെയ്യാന്ന് പറഞ്ഞാണ്. അങ്ങനെ അതുകൊണ്ട് അവളുടെ കൂട്ടുകാരിയാണ് ഏത് റെസ്റ്റോറന്റിലും ബുക്ക് ചെയ്തോന്നറിഞ്ഞ് അവൾക്ക് മെസ്സേജ് ചോദിക്കുമ്പം ഷീഗ്വാനും ഒരു വില കൂടിയ റെസ്റ്റോറന്റ് ബുക്ക് ചെയ്യാന്നറിഞ്ഞ് അവളുടെ കൂട്ടുകാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ അച്ഛനെ ഫോൺ വിളിച്ചിട്ട് ഈ ശനിയാഴ്ച ഇവൾ വീട്ടിൽ വരുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൾ കൂടെ ജോലി ചെയ്യുന്ന ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് ഫുഡ് അടിക്കാൻ പോകാൻ തീരുമാനിച്ചെന്ന് പറയുമ്പം ഇവളുടെ അച്ഛൻ ഇത് കേട്ടിട്ട് ചിലപ്പോൾ ആ ലിന്നും കാണുമെന്ന് വിചാരിച്ച് അങ്ങേര് ആലോചിച്ച് നോക്കും. ലിൻ ഇവളുടെ കമ്പനിയിലെ വർക്ക് ചെയ്യുന്ന മനസ്സിലാക്കിയപ്പോൾ തൊട്ട് അയാളുടെ സെക്രട്ടറിയോട് ലിന്നെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞാണ്. അപ്പോഴാണ് അവനും അവന്റെ അപ്പൂപ്പന്റെ കമ്പനിയിൽ ഒരു ഫേമസ് ആയ പോസ്റ്റ് ഇരുന്നാലും അവൻ അത് കളഞ്ഞിട്ട് ഷീഗ്വാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഒരു മാനേജറായിട്ട് വന്നേക്കുക. അങ്ങനെ വന്നപ്പോൾ തൊട്ട് ഷീഗ്വാനായിട്ട് ഭയങ്കര ക്ലോസ് ആണെന്ന് പറഞ്ഞ് അവളുടെ കൂടെ ഇടയ്ക്ക് ബിസിനസ് ട്രിപ്പിനൊക്കെ പോയ കാര്യം പറയും. അങ്ങനെ ഈ കാര്യം അറിഞ്ഞ് അവളുടെ അച്ഛന് ഭയങ്കര ദേഷ്യത്തി. അപ്പൊ അവളെ കൈക്കലാക്കാൻ വേണ്ടിയാണോ അവൻ ഇവിടെ ജോലി ചെയ്യുന്നതെന്ന് വിചാരിച്ച് അപ്പൊ തന്നെ ഇവളുടെ അച്ഛൻ ഇവൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ നാളെ അച്ഛൻ അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ മീറ്റ് ചെയ്യാന്ന് പറയും. അങ്ങനെ അതിനുശേഷം അവളും പെട്ടെന്ന് എന്തിനാ അച്ഛൻ ഇത്ര അർജന്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞ് അവൾക്കൊന്നും മനസ്സിലാവത്തില്ല. അങ്ങനെ അതിനുശേഷം അന്നത്തെ ശനിയാഴ്ച ഷീഗ്വാന്റെ കൂട്ടുകാരിയാണ് രാത്രി എങ്ങനത്തെ ഫുഡ് ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞ് അവർക്ക് ഇങ്ങനെ ചാറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ അച്ഛനെ മെസ്സേജ് പറയുന്ന അങ്ങേര് ഇവളുടെ കമ്പനിയുടെ പുറത്തിപ്പുണ്ടെന്ന്. അങ്ങനെ ഈ മെസ്സേജ് കണ്ടിട്ട് അവളുടെ അച്ഛനെ കാണാൻ വേണ്ടി ചെല്ലും. അപ്പോഴാണ് അവളുടെ അച്ഛൻ ആദ്യം തന്നെ ഇവളുടെ കമ്പനിയിലേക്ക് മാറി വന്ന ആ മാനേജർ ലിന്നെ കുറിച്ച് എന്താ പറയാത്തേന്ന് ചോദിക്കും. ഇത് കേട്ട് അവളും അച്ഛൻ ചോദിച്ചല്ലേ പറയത്തുള്ളൂ എന്നറിഞ്ഞ് അല്ലാതെ അവൾ എന്തിനാ വെറുതെ പറയുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവളുടെ അച്ഛനാണ് ദേഷ്യത്തി എങ്കിൽ പിന്നെ കമ്പനി ഇവ രണ്ടുപേരും കൂടെ ലവേഴ്സാന്ന് പറയുന്നതൊക്കെ ഉള്ളയാണെന്ന് ചോദിക്കും. ഇത് കേട്ട് അവളും അച്ഛൻ എന്തിനാ വന്നപ്പോ തൊട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിന് എന്തുവാണെങ്കിലും ക്ലിയർ ആയിട്ട് ചോദിക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് ഇവളുടെ ഫോണിലേക്ക് ലിന്നാണ് മെസ്സേജ് അയക്കും. അപ്പോഴാണ് അവളുടെ അച്ഛനത് എടുത്തു നോക്കുമ്പോൾ അവൻ 6 മണിക്ക് ടേബിളൊക്കെ ബുക്ക് ചെയ്ത് വെച്ചേക്കെന്ന് പറഞ്ഞ് ഇവരെ വന്ന് പിക്കപ്പ് ചെയ്യാന്ന് മെസ്സേജ് ഇട്ടേക്കും. അങ്ങനെ ഇത് കണ്ട അവളുടെ അച്ഛനും ഇതാ ലിന്നല്ലെന്നറിഞ്ഞ് ഇവർ തമ്മിൽ അപ്പൊ സത്യത്തി കപ്പിൾസ് ആയും ചോദിക്കും. അങ്ങനെയാണ് ഇവള് ബ്രേക്കപ്പ് ചെയ്ത് ഇപ്പൊ തന്നെ ഈ കമ്പനിയിൽ നിന്ന് ഇറങ്ങി വരാൻ പറയുമ്പോൾ അവൾ ഇത് കേട്ട് ഫസ്റ്റ് ഇവളെ കുറിച്ചൊന്നും അറിയാതെ ഇങ്ങനെയൊന്നും സംസാരിക്കലെന്ന് പറയും. അങ്ങനെ എന്റെ ഫോണ് തൊടാൻ അച്ഛനൊരു അവകാശം തന്നെ, ഇത് എന്റെ കാര്യം, ഇത് ഞാൻ നോക്കിക്കോളാം എന്നിട്ട് അവൾ തർക്കിക്കുമ്പം ഇത് കേട്ട് അവളുടെ അച്ഛനാണ് നീ എന്റെ മകളാടിയെന്ന് പറഞ്ഞ് പിന്നെ ഇവളോർത്ത് വിഷമിക്കാതെ വേറെ ആരെ കുറിച്ച് വിഷമിക്കുകയും ചോദിക്കും. അങ്ങനെ ഇത് കേൾക്കുന്ന അവളും അതിന് ഇവളുടെ അമ്മയുടെ കൂടെ ഇപ്പൊ ജീവിക്കുന്നെന്ന് പറഞ്ഞ് അത് കോടതിയെ തന്നെ സമ്മതിച്ചു കൊടുത്തെന്ന് പറയും. അതിനേശ് ഇവളെ സമാനപ്പെടുത്താൻ പറ്റാതെ അച്ഛനും ഇവൾ എന്തേലും തെറ്റ് ചെയ്താ അത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവകാശമെങ്കിലും ഇല്ലെന്ന് പറഞ്ഞ് ഇവൾക്ക് നല്ല വ്യക്തികളാരാന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന അവളാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പൈസ കാരണം മൊത്തം ചീത്തയായി പോയെന്നാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മോശമായിട്ട് വ്യക്തിയൊന്നല്ല ലിൻ, എനിക്ക് ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ പറ്റും എന്നിട്ട് അവൾ പറയുമ്പോഴാണ് ഇവളുടെ അച്ഛനാണ് പൈസയ്ക്ക് വേണ്ടിയ അവൻ ഇവളുടെ പുറകെ വരുന്നെന്ന് പറയും. അങ്ങനെ അവനെ കാണാൻ റിച്ച് ആണെങ്കിലും സത്യത്തിൽ അവന്റെ അപ്പൂപ്പന്റെ ആ ഷെങ്യുവൻ കമ്പനിയിൽ നിന്ന് ഒരു അവകാശം പോലെ അവന് കിട്ടത്തില്ല. അങ്ങനെ ആ കാര്യം പറഞ്ഞു കൊടുക്കുമ്പം ഇത് കേട്ട് അവളാണ് പുച്ഛത്തി അവനൊരു ഫേമസ് ആയിട്ടുള്ള ഡോക്ടറായിരുന്നു അറിഞ്ഞ് അവൻ ആ കമ്പനിയുടെ ആവശ്യമൊന്നുമില്ലെന്ന് പറയും. കൂടാതെ അവൻ ജോലി തന്നെ അവന്റെ പൈസ ഉണ്ടെന്ന് പറയുമ്പം ഇതേക്കുന്ന അവളുടെ അച്ഛനും അവനെ കുറിച്ച് ഇവൾക്ക് സത്യത്തിൽ ഒന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞ് അവൻ എന്നാലും ഒരു ദിവസം ഇവളെ ചതിച്ചിട്ട് പോകുമെന്ന് പറയും. അങ്ങനെ അത് ബിസിനസ് അവനെ കണ്ടുമുട്ടിയപ്പോ തന്നെ മനസ്സിലായെന്ന് ഇവളുടെ അച്ഛനും അവന്റെ അടുത്ത് നകന്നു പോകാൻ പറയുമ്പം ഇതേക്കുന്ന അവളാണ് ഇവളുടെ അച്ഛൻ ലിന്നെ കുറിച്ച് പറയുന്നതെല്ലാം തെറ്റാന്നറിഞ്ഞ് അവൾ തിരിച്ച് തർക്കിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട അവളുടെ അച്ഛനും ഇനി എന്ത് പറയണമെന്ന് അറിയാതെ സത്യത്തിൽ ഇവളോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാതിരുന്ന. പക്ഷെ ഇവൾക്ക് ഇങ്ങനൊന്നും പറഞ്ഞത് മനസ്സിലാകുന്നില്ല. എങ്കിൽ പിന്നെ സത്യം പറയാൻ തീരുമാനിച്ചിട്ട് ഇവളോട് ഒരു കാര്യം പറയും. ആദ്യം ലിൻ ഇയാളുടെ മറ്റൊരു മോളായിട്ട് കാണിക്കുന്ന ആ നിയാന്റെ പുറയിലെ വന്നേന്ന് പറയും. അങ്ങനെ അവളുടെ കൂടെ ഡേറ്റിന് വരാൻ നോക്കിയപ്പോൾ അവൻ എന്തോ ആക്സിഡന്റ് പറ്റിപ്പോയി. അതിനുശേഷം അവൾക്ക് അവനോട് ഇഷ്ടമല്ലെന്ന് മനസ്സിലാക്കി അടുത്തായിട്ട് നിന്റെ പുറകെ വന്ന് നമ്മുടെ കുടുംബത്തിന്റെ സ്വത്തെല്ലാം അടിച്ചോണ്ട് പോകാൻ നോക്കുക മോളെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവളുടെ അച്ഛൻ പറഞ്ഞു കൊടുക്കുമ്പം ഇത് കേട്ട് അവളാണ് ഇവളുടെ അച്ഛൻ പറയുന്നത് സത്യമാണോ ഇല്ലെന്നൊന്നും മനസ്സിലാവാതെ അവളൊരു ഷോക്കിയിരിക്കും. പക്ഷെ അവളുടെ അച്ഛൻ അവസാനം വരെ അവൻ ഇവളുടെ പുറയിലല്ല പൈസയുടെ പുറയിലെ വരുന്നതെന്ന് പറഞ്ഞ് അത് ഉറച്ചനെ നിൽക്കും. ഇതോടെ അവൾ മൊത്തം ദേഷ്യത്തി അച്ഛൻ പറഞ്ഞ ഒന്നും തന്നെ വിശ്വസിച്ചില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇതോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ഇടാൻ മറക്കണ്ട. അങ്ങനെ ലൈക്ക് ഇട്ട് എല്ലാവരും അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് വെയിറ്റ് ചെയ്ത് കാണാം.